വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധിക്കെതിരെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിനാൽ വാദം തുടങ്ങാനായില്ല. പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ട് 1 വർഷം തികഞ്ഞു. പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് പെൺകുട്ടിയുടെ പിതാവിനും അടുത്ത ബന്ധുക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നൽകിയ ഉറപ്പാണ് നടക്കാതെ പോയത്. പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിന് പിന്നാലെയാണ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കൊപ്പം കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ സന്ദർശിച്ചത്. കുടുംബത്തിന് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ അറിയിച്ചു. പിന്നാലെ സർക്കാരിന്റെ ആവശ്യപ്രകാരം 3 അഭിഭാഷകരുടെ പേരുകൾ കുടുംബം സമർപ്പിച്ചു. വാളയാർ കേസിൽ കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ ഉൾപ്പെടെയുള്ള പേരുകളാണ് നൽകിയിരുന്നത്. എന്നാൽ പ്രതി പുറത്തിറങ്ങി 1 വർഷം കഴിഞ്ഞിട്ടും പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. ഈ കേസിൽ വിധി കിട്ടാൻ വേണ്ടി, ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. സുപ്രീം കോടതിയിലാണെങ്കിലും ഞങ്ങൾ പോകും എന്നുള്ളതാണ്. ഇവിടെ 1 വർഷമായിട്ട് ഞങ്ങൾ ഈ മാസം കേസ് വരും, ഓരോ മാസങ്ങളും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരും 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 എന്ന് പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ കാണാത്ത നേതാക്കന്മാരില്ല. എല്ലാ നേതാക്കന്മാരുടെ അടുത്തും ഈ കേസ് സ്പീഡപ്പ് ആക്കണം, അതേപോലെ തന്നെ പ്രതി പുറത്ത് നിൽക്കേണ്ട ആളെല്ലാം അവനകത്ത് കിടക്കേണ്ടവനാണ് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ പ്രോസിക്യൂട്ടറെ വെച്ച് തരാനായിട്ടും നേതാക്കന്മാരോട് പറയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ നേരിട്ട് മുഖ്യമന്ത്രി കാണുകയും അതേപോലെ തന്നെ രേഖാമൂലം അയക്കുകയും ഒക്കെ ചെയ്തിട്ടും അവർ മറുപടി പറയുന്നത് ഉടനെ തന്നെ വെച്ച് തരും, മുഖ്യമന്ത്രി പരിഗണനയിലുണ്ട്, വിഷമിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത്. സമീപവാസിയായ അർജുനാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2021 സെപ്റ്റംബർ 21-ന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞു. അർജുനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിയിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. പോലീസിന്റെ വീഴ്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധവും സമര പരമ്പരകളും അരങ്ങേറി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വണ്ടിപ്പെരിയാർ SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ DYSP ആയ സുനിൽകുമാറിനെ കഴിഞ്ഞിടെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. പോലീസിന്റെ വീഴ്ച മൂലമാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാനുള്ള കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്.